ദുബായിൽ നിന്നുമുള്ള യാത്രക്കാരെ കൊടിയ ദുരിതത്തിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരുത്തരവാദ നടപടി. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ട നിരവധി യാത്രക്കാർ ഇപ്പോഴും മസ്കറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വൈകുന്നേരത്തോടെ കൊച്ചിയിലെത്തിയ 14 പേരുടെ ലഗേജ് ഇനിയും നാട്ടിലെത്തിയിട്ടുമില്ല. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട IX 436 യാത്രക്കാരാണ് 2 ദിവസം കൊടും ദുരിതത്തിൽ കഴിയുന്നത്. ദുബായിൽ നിന്നും പറന്നുയർന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാങ്കേതിക തകരാറിന്റെ പേരിൽ വിമാനം മസ്കറ്റ് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും വിമാനത്താവളത്തിലും ഹോട്ടലിലുമായാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ കഴിഞ്ഞത്. മരണാനന്തര ചടങ്ങിലും വിവാഹ ചടങ്ങിലുമെല്ലാം പങ്കെടുക്കാൻ പോകുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. ഇവിടെ നമുക്ക് ഫർദർ ഒരു അപ്ഡേറ്റും അവൈലബിൾ അല്ല. ഈ ഫ്ലൈറ്റ് എപ്പോൾ പോകും, ഇല്ലെങ്കിൽ നമ്മളെ എന്ത് സപ്പോർട്ട് കിട്ടും, ഒന്നും ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയോ എയർ ഇന്ത്യയുടെ ഒരു സ്റ്റാഫിനെയോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ മസ്കറ്റ് വേറൊരു രാജ്യത്തിൻ്റെ എയർപോർട്ട് വന്നിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. യാത്രക്കാർ ബഹളം വെച്ചതോടെ 14 പേരെ മസ്കറ്റിൽ നിന്നുമുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചു. കുറച്ചുപേരെ മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തും എത്തിച്ചു. എന്നാൽ യാത്രക്കാരുടെ ലഗേജ് നാട്ടിലെത്തിച്ചതുമില്ല. പ്രിയപ്പെട്ടവർക്കായി വാങ്ങിയ സാധനങ്ങൾ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. മാത്രമല്ല, മറ്റു യാത്രക്കാർക്ക് എപ്പോഴാണ് വീട്ടിലെത്താൻ കഴിയുകയെന്നും വ്യക്തമല്ല. 20,000-ഓളം രൂപ നൽകിയാണ് യാത്രക്കാർ ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഇവരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരുത്തരവാദ നടപടിയിലൂടെ പെരുവഴിയിലാക്കിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.